ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ടീച്ചർ കുട്ടികൾക്ക് പുതിയൊരു കളി പഠിപ്പിക്കുകയാണ്. നാളെ വരുമ്പോൾ എല്ലാവരും ഓരോ പ്ലാസ്റ്റിക് ബാഗ് കൊണ്ടുവരണം. ആ ബാഗിൽ നിങ്ങൾക്ക് ആരോടൊക്കെ ദേഷ്യമുണ്ടോ അത്രയും ആളുകളുടെ പേരുകൾ എഴുതിയ ഉരുളക്കിഴങ്ങ് കൂടെ വയ്ക്കണം. എത്ര പേരോട് ദേഷ്യമുണ്ടോ അത്രയും എണ്ണം ഉരുളക്കിഴങ്ങുകൾ. കുട്ടികൾ ആകാംക്ഷയോടെ ടീച്ചറെ തന്നെ നോക്കിയിരുന്നു. ടീച്ചർ തുടർന്നു, ആ ബാഗ് വരുന്ന 2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ കൂടെ എടുക്കണം. കുട്ടികൾ പുതിയ കളി അംഗീകരിച്ചു. കുഞ്ഞു മനസ്സിൽ ദേഷ്യം തോന്നിയവരുടെ എണ്ണമനുസരിച്ച് കിഴങ്ങുകൾ ഇട്ട ബാഗുമായി 2 ആഴ്ച ചെലവഴിച്ചു. ടീച്ചർ നിശ്ചയിച്ച ദിവസമെത്തി. എന്തായിരുന്നു കുട്ടികളെ ദേഷ്യക്കാരുടെ പേരെഴുതിയ കിഴങ്ങുകളുമായി നടന്നതിൻ്റെ അനന്തരഫലങ്ങൾ? ടീച്ചർ ചോദിച്ചു. ഓരോരുത്തരും അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചു. അതെല്ലാം ദുരനുഭവങ്ങളായിരുന്നു. കൂടുതൽ ആളുകളോട് ദേഷ്യമുണ്ടായതിനാൽ കുറേയേറെ കിഴങ്ങുകൾ കരുതിയവർക്ക് യാത്രകളിൽ ബാഗിൻ്റെ ഭാരം അസഹനീയമായി തോന്നി. വളരെ ബുദ്ധിമുട്ടി. ദിവസങ്ങൾ കൊണ്ട് തന്നെ ചീഞ്ഞു തുടങ്ങിയ കിഴങ്ങുകൾ വൃത്തികെട്ട ദുർഗന്ധം പരത്തിയതിനാൽ പ്രയാസപ്പെട്ടു. എല്ലാവരും ഒരേ സ്വരത്തിൽ പരാതിപ്പെട്ടു. ബാഗിൽ നിന്നുള്ള ബുദ്ധിമുട്ടും പ്രയാസവും കാരണം ദൈനംദിന ജീവിതം തന്നെ ദുസ്സഹമായ 2 ആഴ്ചക്കാലത്തെ കഥ പറഞ്ഞു തീർന്നു. ടീച്ചർ അവസാനം പറഞ്ഞു, മക്കളെ, ആളുകളോടുള്ള വെറുപ്പ് നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. അത് നിങ്ങൾ എവിടേക്ക് പോകുമ്പോഴും നിങ്ങളുടെ കൂടെ പോരുന്നു, മനസ്സിന് ഭാരമുണ്ടാക്കുന്നു. ദിനംതോറും ദേഷ്യം മനസ്സിലിരുന്ന് കെട്ട് ഹൃദയത്തെ ദുർഗന്ധപൂരിതമാക്കുന്നു. വെറും 2 ആഴ്ചത്തേക്ക് ചീഞ്ഞ ഉരുളക്കിഴങ്ങിനെ നിങ്ങൾക്ക് കൂടെ കൊണ്ടു നടന്ന് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുക്കെ ചീഞ്ഞു നാർന്ന ഹൃദയവുമായി എങ്ങനെ ജീവിക്കുവാൻ കഴിയും? പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ കഥയിൽ നിന്ന് ലഭിച്ച വലിയ ഉൾക്കാഴ്ചയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവരുള്ള നീരസമോ വെറുപ്പോ വെച്ച് പുലർത്തുന്നെങ്കിൽ ദൈവം ഇപ്പോൾ ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ മനസ്സിനെ സ്വതന്ത്രമാക്കിക്കൊണ്ട് എല്ലാവരെയും സ്നേഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നല്ല മനസ്സിനുടമകളായി മറ്റുള്ളവർക്ക് സുഗന്ധം പരത്തുന്ന അനുഭവമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.